ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ ഇന്ന് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഒന്ന് വന്നിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന തന്നെ വെർട്ടസിൻ്റെ വിഡ്രോയുടെ ഓപ്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ കുറച്ച് ടാസ്കുകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു 65% ഇപ്പോൾ വിഡ്രോ തരുന്നത്, ഒരു 35% ലോക്കായിരിക്കും. അത് പിന്നീട് വിഡ്രോ തരുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പിന്നെ സൈഡ് കിക്ക് എന്ന് പറയുന്ന നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൽ ഒരു അപ്ഡേറ്റ് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ സൊലാന വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത്തേൻ നെറ്റ്വർക്കിൽ ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സൂസ് നെറ്റിൽ ചെറിയൊരു അപ്ഡേറ്റ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറീന പ്രോട്ടോകോൾ, ഇത്രയിലാണ് അപ്ഡേറ്റ് കാണുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ നമ്മൾ ബൈ സെയിലെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ബൈബിറ്റ് വന്നിട്ട് ഇവിടെ ഇന്ത്യയിൽ പ്രവർത്തനം അവർ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ ജനുവരി 12 അവർ ബാക്കി നിയന്ത്രണങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നടപ്പാക്കുമെന്ന് പറയുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ കുറേ റൂൾസ് റെഗുലേഷൻ ഇപ്പോൾ പുതുതായിട്ട് വന്നതുകൊണ്ട് മാക്സിമം എല്ലാ എക്സ്ചേഞ്ചുകളുടെയും പ്രവർത്തനം ഇവിടെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ അവരുടെ ഫൈനാൻഷ്യൽ കണ്ടീഷനൊക്കെ പറയുന്നതനുസരിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ വന്നിട്ട് പ്രധാനമായിട്ടും ബൈനാൻസും അതുപോലെ കുക്കോയിനും മാത്രമാണ് ഇപ്പോൾ പുറത്തു നിന്നുള്ള എക്സ്ചേഞ്ചുകൾ അലൗഡ് ആയിട്ടുള്ള. ബാക്കിയൊക്കെ പഴയ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫണ്ട് എന്ത് ചെയ്യുക, ബൈബിറ്റിൽ ഫണ്ട് ട്രേഡ് ചെയ്യുന്നവർ നിങ്ങളുടെ ഫണ്ട് സേഫ് ആക്കുക. അതിൽ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിതിലിട്ടിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് അത്തേൻ നെറ്റ്വർക്കിലെ അപ്ഡേറ്റ് നമുക്ക് നോക്കാം. അത്തേൻ നെറ്റ്വർക്കിൽ വന്നിട്ട് അവരുടെ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത്, നമുക്കിപ്പോൾ ആൾറെഡി നമ്മൾ ഒരു പ്രാവശ്യം വിഡ്രോ ചെയ്ത് മെറ്റാമാസ്കിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന ടോക്കൺ ATH എന്ന് പറയുന്ന ഇത് വന്നിട്ട് നമുക്ക് ഉടനെ തന്നെ ഇവരുടെ TG ഉടനെ വരുന്നുണ്ട്. ഓക്കെ, മാർച്ച് 15 ഇവരുടെ TG വരുന്നത്. അപ്പോൾ ആൾറെഡി നമ്മളിത് വിഡ്രോ ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല. ബാക്കിയുള്ളത് വന്നിട്ട് ഇവിടെ വേസ്റ്റിംഗ് ഷെഡ്യൂളിൻ്റെ അനുസരിച്ചൊക്കെ ആയിരിക്കും ഇനി ആപ്ലിക്കേഷനിൽ കാണുന്ന ടോക്കൺസ് ഉള്ളത്. നമ്മൾ നേരത്തെ തന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് വിഡ്രോ ചെയ്തു. അപ്പോൾ നിങ്ങൾ ഡോജ് ടോക്കൺ വിഡ്രോ ചെയ്തിട്ടില്ലെങ്കിൽ ഡോജിൻ്റെ ഇപ്പോൾ വിഡ്രോ നടക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾ ഡോജ് ടോക്കൺ വിഡ്രോ ചെയ്തിട്ടില്ലെങ്കിൽ വിഡ്രോ ചെയ്യുക. മൈനിങ് ചെയ്യുന്നവർ കണ്ടിന്യൂസ്ലി മൈനിങ്ങിൽ നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യമാണ്. ഇത് വന്നിട്ട് അത്യാവശ്യം നല്ല ഒരു ലിസ്റ്റിംഗ് റേറ്റാണ് ഇവർ പറയുന്നത്. ഒരു $0.5 മുതൽ $1 വരെയും ലിസ്റ്റിംഗ് സാധ്യത ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇതിൽ ചാറ്റും മറ്റു കാര്യങ്ങളിലൊക്കെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആക്റ്റീവായിരിക്കുക. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ് മറീന പ്രോട്ടോക്കോളിലാണ് കണ്ടത്. മറീന പ്രോട്ടോക്കോളിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിൽ വന്നിട്ട് ഒരു ഗ്രെയിൻ എന്ന് പറയുന്ന ഒരു വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാനിത് വാലറ്റ് കണക്ട് ചെയ്യുന്നില്ല. ഇതിപ്പോൾ വന്നിട്ട് ഇതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. വാലറ്റ് ടാപ്പ് ടു അസറ്റ്, സെലക്ട് വാലറ്റ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കി ചെയ്യാൻ കഴിയും. ഇന്നിപ്പോൾ ഞാനിത് ചെയ്യുന്നില്ല. ഇതിൽ വന്നിട്ട് നമുക്കൊരു XRP ഒരെണ്ണം കൊണ്ടുവരണം. ഇതിലിപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഒരു വാലറ്റ്, ഗ്രെയിൻ വാലറ്റ് എന്ന് പറയുന്ന ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അവിടെ മെറ്റാമാസ്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ അവിടെ എൻ്റെ സീഡ് പെയർസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സേഫ് ചെയ്ത് വെച്ചതിന് ശേഷം വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാനിത് XRP എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് വാലറ്റ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പോൾ അല്പം മാർക്കറ്റ് ഡൗൺ ആയതുകൊണ്ട് കോയിൻസ് എല്ലാം ഇച്ചിരി ഡിമായിരിക്കുകയാണ്. USDT എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാനത് ചെയ്യും. ഇത് കമ്പൽസറി ചെയ്യേണ്ട ഒന്നാണ്. ഈ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു XRP ഒരു $2-2.5 ഇപ്പോൾ വാല്യൂ ഉണ്ട്. ആ ഒരു XRP വന്നിട്ട് നമുക്ക് ലിസ്റ്റിംഗ് ടൈമിൽ നമുക്കത് റീഫണ്ട് ചെയ്യത്തക്ക രീതിയിലാണ് അവരിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വാലറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. XRP കയ്യിലുള്ളവർ വാലറ്റ് ലിങ്ക് ചെയ്യുക. അല്ലാത്തവർക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ വെർട്ടസിൽ വന്നിട്ട് ഇതിൻ്റെ വിഡ്രോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ പലർക്കും പലതരത്തിലുള്ള പ്രോബ്ലമാണ്. ഒന്ന് ആപ്പ് റൺ ആകുന്നില്ല ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ, വളരെ ട്രാഫിക് ആയതുകൊണ്ട്. കാരണം ഇപ്പോൾ ഇതിപ്പോൾ മെയിൻ പേജാണ്. മെയിൻ പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഈ ബാലൻസ് കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. എല്ലാം അല്പം ഡിലേ ആയിട്ടാണ് വർക്കാകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ ടോക്കൺ ഇവിടെ കാണാൻ കഴിയും. ആദ്യത്തെ നമുക്ക് വിഡ്രോ കിട്ടുന്നത്, സെക്കൻഡ് വിഡ്രോ കിട്ടേണ്ടത് കാണാൻ കഴിയും. ഇവിടെ വന്നിട്ട് കംപ്ലീറ്റ് ആൾ ടാസ്ക് എന്ന് പറയുന്ന
ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ 4 ടാസ്ക് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ വന്നിട്ട് ടോൺ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാലും ഇപ്പോൾ ഇതിൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ആകുന്നില്ല. ഞാൻ ആൾറെഡി ടോൺ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞു, എങ്കിലും ഇതിൽ കംപ്ലീറ്റ് ആകുന്നില്ല. ഇപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് 0.5 ഇതിൽ വന്നിട്ട് മെയിൻ പേജിൽ ഉള്ള ഇതിൽ വന്നിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള കുറേ ഓപ്ഷനുണ്ട്. അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനിൽ വന്നിട്ട് ഈ കാണുന്ന 0.05 ടോൺ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആകുമെന്ന് പറയുന്നുണ്ട്. അത് കൺഫേം അല്ല, ഞാനിതങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ വന്നിട്ട് 0.001 ആണ് ഞാൻ സെൻഡ് ചെയ്തിരിക്കുന്നത്. നമുക്കത് മെയിൻ വാലറ്റിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിഡ്രോ ഓപ്പൺ ആകത്തുള്ളൂ. ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാത്തവർ ഈ മിഷൻ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കുറേ ടാസ്കുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിൽ മാക്സിമം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നുള്ളത് ടാസ്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ഇതിൽ വളരെ കുറച്ച് ടാസ്ക് നമുക്ക് ചെയ്യാൻ കഴിയാതെ ഉള്ളൂ. ഒരു 6-7 ടാസ്ക് ഞാൻ ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. 7 മിഷൻസ് അവൈലബിൾ എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ അത്രത്തോളം ആക്റ്റീവായിട്ട് മൈൻ ചെയ്തതെല്ലാം ഞാൻ കുറേ പേരെ റെഫർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഇതിൽ കുറേ പേരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. 10,000 ടോക്കൺസ് അങ്ങനെയൊക്കെ ചിലരൊക്കെ ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എത്രത്തോളം വർക്ക് ചെയ്തോ അതിനനുസരിച്ച് നമുക്കൊരു പ്രോഫിറ്റ് നമുക്കുണ്ടാകും. അപ്പോൾ ഇതിൽ വന്നിട്ട് ഈ നെക്സ്റ്റ് നാളെ തന്നെ നമുക്കിത് 12-ാം തീയതിക്ക് മുമ്പൊക്കെ ഇത് വിഡ്രോ ചെയ്തെടുക്കണം. പക്ഷേ ടാസ്കുകൾ ഇത് കംപ്ലീറ്റ് ആകുന്നില്ല. നിങ്ങളുടെ കയ്യിൽ കുറച്ച് ടോക്കൺസേ ഉള്ളുവെങ്കിൽ നിങ്ങൾ 0.5 ടോൺ ഡിപ്പോസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം 1,000-2,000 ടോക്കൺസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചെയ്താലും ചിലപ്പോൾ ഒരു നഷ്ടം വരത്തില്ല. എങ്കിലും ഇതിൽ ട്രൈ ചെയ്യുക. ഒരുപാട് പേർക്ക് എന്ത് ചെയ്യുക, ഇതിൽ ടോൺ ഡിപ്പോസിറ്റ് ചെയ്തതിന് ശേഷം ടാസ്ക് കംപ്ലീറ്റ് ആകുന്നില്ല. അങ്ങനെ ഒരു പ്രോബ്ലം ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്നുള്ളത് സപ്പോർട്ട് പോർട്ടലിലൊക്കെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇതിൻ്റെ മെയിൻ പേജിൽ ഇവിടെ നോക്കുമ്പോൾ ഞാൻ ചെറിയൊരു ടോൺ ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടോൺ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ എൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കാണുന്നില്ല. ഓക്കെ, പിന്നെ കണ്ട ഒരു അപ്ഡേറ്റാണ് നമ്മൾ മെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സൈഡ് കിക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിലിപ്പോൾ കാര്യമായ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതിൻ്റെ സീസൺ 2 അവസാനിച്ചതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണുന്നത്. ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ വാലറ്റ് അഡ്രസ്സ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ അസറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അസറ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജ് വരും. നോ അസറ്റ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ വന്നിട്ട് ഈ കാണുന്നൊരു ഓപ്ഷനുണ്ട്, കണക്റ്റ് വാലറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പറയുന്നത് ഡു ഹാവ് എ സൊലാന അഡ്രസ്സ് എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ സൊലാന അഡ്രസ്സ് ഉണ്ട്. എൻ്റെ കൂടെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരുടെ കയ്യിലും സൊലാനയുടെ പാൻഡം വാലറ്റ് കാണും. അപ്പോൾ എൻ്റെ കയ്യിലും ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വരും. ഇവിടെ വന്നിട്ട് പാൻഡം വാലറ്റിൻ്റെ സൊലാന അഡ്രസ്സ് ഇവിടെ കൊടുത്തതിന് ശേഷം കൺഫേം കൊടുക്കുക. അപ്പോൾ പാൻഡം വാലറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈ കാണുന്ന റിസീവ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം റിസീവ് എന്ന് പറഞ്ഞാൽ അവിടെ ഓപ്പൺ ചെയ്ത് ഇതിൽ വന്നിട്ട് നമുക്കിപ്പോൾ ഈ സൊലാനയുടെ ബാക്കി ഇതെല്ലാം കൊടുക്കേണ്ടത് ഈ സൊലാനയുടെ അഡ്രസ്സ് ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മടങ്ങി ഈ സൈഡ് കിക്ക് ആപ്ലിക്കേഷനിലേക്ക് മടങ്ങി വരിക. മടങ്ങി വന്നതിന് ശേഷം ഈ കാണുന്ന ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, അഡ്രസ്സ് ഇവിടെ കൊടുക്കുക, കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്ത് യെസ് ഇറ്റ്സ് മൈ സൊലാന അഡ്രസ്സ് എന്ന് പറഞ്ഞ് ഇവിടെ കൺഫേം കൊടുക്കുക. ഓക്കെ, ഇത്രയും കണക്റ്റ് സക്സസ് എന്ന് പറഞ്ഞ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുക. പിന്നീട് കണ്ട ഒരു അനൗൺസ്മെൻ്റാണ് ഈ സൂസ്നെറ്റ് വന്നിട്ട് നമുക്ക് മൈനിങ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ആപ്ലിക്കേഷനായിരുന്നു. അപ്പോൾ അതിലിപ്പോൾ കുറേ കാര്യങ്ങൾ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതിൽ വന്നിട്ട് മൈനിങ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു ആളിന് വേറൊരാളിന് എന്ത് ചെയ്യുക, ഒരു ടോക്കൺ അയച്ചു കൊടുക്കണം. അയച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ മൈനിങ് ആരംഭിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ മൈനിങ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, എല്ലാ 24 മണിക്കൂറിലും നിങ്ങൾ മൈനിങ് ആക്റ്റീവ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആർക്കും ടോക്കണൊന്നും സെൻഡ് ചെയ്യേണ്ട. അതോടൊപ്പം തന്നെ അതിൽ നമുക്ക് ഇപ്പോൾ വന്നിട്ട് ഒരു ദിവസം വന്നിട്ട് 0.72 ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. അത് വന്നിട്ട് എല്ലാ 6 മണിക്കൂറിലുമാണ്. ഇപ്പോൾ 24 മണിക്കൂർ എന്നുള്ളത് കുറച്ചിട്ട് 6 മണിക്കൂറിൽ 0.18 എന്ന് പറയുന്ന
രീതിയിലാണ് കിട്ടുന്നത്. അപ്പോൾ ബാക്കി ഇവിടെ പറയുന്നുണ്ട്, അഡ്രസ്സിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ അവർ പറയുന്നത് ഇത് TG ടൈം വരെയും ഇനി നമുക്കങ്ങനെ അഡ്രസ്സൊന്നും സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടിന്യൂസ്ലി മൈൻ ചെയ്യുക. സപ്ലൈ വളരെ കുറവാണ്, മൈനിങ് സ്പീഡും വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ സൂസ്നെറ്റിൻ്റെ മെയിൻ പേജാണ്. ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇതിൽ ടോട്ടൽ സപ്ലൈ ഇവിടെ കാണാൻ കഴിയും. 1 ബില്യൺ ടോട്ടൽ സപ്ലൈ. മൈനിങ് കുറച്ചേ ആയിട്ടുള്ളൂ. 60-60ഓളം പേര് റെഫറൽ ഉണ്ടെങ്കിലും ആരും ആക്റ്റീവ് അല്ല. കാരണം ഈ ഒരു പ്രോബ്ലം കാരണം ആരും മൈൻ ചെയ്യുന്നില്ല. ഇപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് ആക്റ്റീവായിട്ട് മൈൻ ചെയ്യുക. ഇതിപ്പോൾ മൈനിങ് എൻ്റെ സ്റ്റോപ്പാണ്. ഈ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഇത് കറക്റ്റായിട്ടൊന്ന് ഫില്ല് ചെയ്യുക, ചെക്ക് കൊടുക്കുക, മൈനിങ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മൈനിങ് സ്റ്റാർട്ടാകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒത്തിരി നാളായിട്ട് മൈൻ ചെയ്തതാണ്. എനിക്കൊരു 417 ടോക്കണാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് എന്തായാലും കുറച്ചുകൂടെ ടൈം കഴിയുമ്പോൾ ഇത് ലിസ്റ്റാകും. TGയുടെ കാര്യമൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഒന്നുകൂടെ കൊടുക്കുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. എല്ലാ 24 മണിക്കൂറിലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടേണ്ട ആവശ്യമേ ഉള്ളൂ. ബാക്കി ഫർദർ ഡീറ്റെയിൽസ് എല്ലാം വരുന്നതനുസരിച്ച് അറിയിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിപ്റ്റോ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു വീഡിയോ എൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ കാണുക. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെറിയൊരു ഫീസിൽ നിങ്ങൾക്കൊരു 4 മാസം കൊണ്ട് ക്രിപ്റ്റോ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.